വെൽക്കം ടു കലവറ. ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു കേക്കാണ്. ഇതിനു മുമ്പ് ബീട്രൂട്ട് കേക്കിൻ്റെയും ചോക്ലേറ്റ് കേക്കിൻ്റെയൊക്കെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിരുന്നു. നിങ്ങൾ കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. ഇന്ന് ചെയ്യാൻ പോകുന്നത് മാർബിൾ കേക്ക്. അതും ബീറ്ററൊന്നും ഇല്ലാതെ മിക്സിയിലടിച്ചാണ് എടുക്കുന്നത്. 3 മുട്ട മിക്സിയുടെ ബൗളിലേക്ക് ഒഴിക്കാം. ഇനി ഇതൊന്ന് അടിച്ചെടുക്കാം. മുക്കാൽ കപ്പ് പഞ്ചസാര പൊടിച്ചു വെച്ചിരുന്നത് അത് ചേർക്കാം. 1 ടീസ്പൂൺ വാനില എസൻസ്. ഇതൊരു 2-3 മിനിറ്റ് കൂടെ അടിച്ചെടുക്കാം. മുട്ടയും പഞ്ചസാരയും കൂടെ ഒന്നിച്ചിട്ടടിച്ച് കഴിഞ്ഞിരുന്നാൽ പഞ്ചസാര അലിഞ്ഞു വരത്തില്ല. അതുകൊണ്ടാണ് നേരത്തെ പഞ്ചസാര പൗഡറാക്കി വെച്ചിട്ട് ചേർത്തത്. മുട്ടയും പഞ്ചസാരയും കൂടെ അടിച്ചപ്പോൾ ഞാൻ ഒരു 3 മിനിറ്റ് അടിച്ചായിരുന്നു. 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ. ഇത് മിക്സിയിൽ ജസ്റ്റ് ഒന്ന് കറക്കിയാൽ മതി. ചെറുതായിട്ടൊന്ന് അടിച്ചതേ ഉള്ളൂ. ഇനി ബൗളിലേക്ക് മാറ്റാം. 1 കപ്പ് ഓൾ പർപ്പസ് ഫ്ലോർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, അല്പം 1/4 ടീസ്പൂൺ ഉപ്പ്. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. മാവ് 2 പ്രാവശ്യമായിട്ടിട്ട് അരിച്ച് ഇളക്കി യോജിപ്പിക്കാം. ഇനി തടിത്തവി കൊണ്ട് ഇളക്കി യോജിപ്പിക്കാം. ഒരുപാട് ഇട്ടിളക്കണ്ട. ഇനി ബാലൻസ് മാവും കൂടെ അരിച്ചു ചേർക്കാം. ഇങ്ങനെ അരിച്ചു ചേർക്കുന്നതിൻ്റെ ഗുണം ബേക്കിംഗ് പൗഡറും സോഡയും മാവും എല്ലാം നല്ലതുപോലെ മിക്സ് ആവും. കേക്ക് മിക്സ് റെഡിയായി. ഇനി മറ്റൊരു ബൗളിലേക്ക് 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ, 1 ടേബിൾ സ്പൂൺ പാല് അതൊഴിച്ചൊന്ന് ഇളക്കാം. ഒരു ടേബിൾ സ്പൂൺ പാലും കൂടെ ഒഴിക്കാം. അങ്ങനെ ടോട്ടൽ 2 ടേബിൾ സ്പൂൺ പാല്. തയ്യാറാക്കി വെച്ചിരുന്ന കേക്ക് മിക്സിൻ്റെ പകുതി ഇതിലേക്ക് ഒഴിക്കാം. ട്രേയുടെ അടിയിൽ ബട്ടർ പേപ്പർ ഇട്ടിട്ട് അതിൻ്റെ മുകളിലും ട്രേയുടെ സൈഡിലും വെജിറ്റബിൾ ഓയിൽ ബ്രഷ് ചെയ്യണം. 2 മിക്സും ഒരേ അളവിൽ മാറി മാറി ഒഴിക്കണം.
ഇപ്പോൾ ലൈൻസ് സൈഡ് വരെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ലൈൻസ് വരച്ചു തുടങ്ങാം. ടൂത്ത് പിക്കോ സ്ക്യൂറോ എന്തെങ്കിലും ഉപയോഗിച്ചാൽ മതി. ഞാൻ സ്ക്യൂറാണ് ഉപയോഗിക്കുന്നത്. സൈഡിൽ നിന്ന് മിഡിലേക്ക് വേണം ലൈൻസ് വരയ്ക്കേണ്ടത്. ഓരോ ലൈനും വരച്ചു കഴിഞ്ഞതിന് ശേഷം ഒന്ന് തുടച്ചിട്ട് വേണം അടുത്ത ലൈൻ വരയ്ക്കേണ്ടത്. അങ്ങനെ ചെയ്യുന്നത് ഇത് രണ്ടും രണ്ട് കളറാണ്. അപ്പോൾ ഒന്ന് വരച്ച് കഴിയുമ്പോൾ അതിലുള്ളത് ആ സ്ക്യൂറിൽ പിടിക്കുന്നത്. ആ തുടയ്ക്കാതെ നമ്മൾ വീണ്ടും വരച്ച് കഴിഞ്ഞാൽ അത് മിക്സ് ആവും. ലൈൻസ് ക്ലിയർ ആയിട്ട് കിട്ടത്തില്ല. ലൈൻസ് ഒക്കെ എത്ര ക്ലിയർ ആയി വന്നു നോക്കിയേ. ഇനി നമുക്കിതൊന്ന് ബേക്ക് ചെയ്യാം. ബേക്ക് ചെയ്യുന്നതിന് മുമ്പ് ഓവനിൽ വെച്ചാണ് ബേക്ക് ചെയ്യുന്നതെന്ന് വരില്ല. ഇതിൻ്റെ മോൾ ഭാഗം ബട്ടർ പേപ്പർ കൊണ്ടൊന്ന് കവർ ചെയ്ത് നൂല് കൊണ്ടൊന്ന് കെട്ടിയിരുന്നാൽ നല്ലതായിരിക്കും. കാരണം ഓവനിലാകുമ്പോൾ മുകളിൽ നിന്നും ചൂടടിക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് ഇതിൻ്റെ ആ കളറ് ഫെയ്ഡാകും, ബ്രൗൺ കളറ്. സ്റ്റൗവിൽ വെച്ചാണ് ചെയ്യുന്നതെന്നതിൽ മോൾ വശം കവർ ചെയ്യേണ്ട ആവശ്യമില്ല. ഞാനിതിങ്ങനെ ബട്ടർ പേപ്പർ കൊണ്ട് കവർ ചെയ്ത് നൂലുകൊണ്ട് കെട്ടിയിട്ടുണ്ട്. ഇത് 170 ഡിഗ്രിയിൽ പ്രീ ഹീറ്റ് ചെയ്ത ഓവനിലേക്ക് 30 to 35 മിനിറ്റ്സ് ബേക്ക് ചെയ്തെടുക്കാം. കേക്ക് ഒന്ന് കട്ട് ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ലൈൻസ് ഒക്കെ നല്ല ക്ലിയർ ആയിട്ടുണ്ട്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ്.